ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കോളേജ് യൂസിനും ഓഫീസ് യൂസിനും ഒക്കെ ഇപ്പോൾ ട്രെൻഡായിട്ട് നമ്മുടെ യൂത്ത് പിള്ളേരൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ടോട്ട് ബാഗാണ് നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡൈ ചെയ്ത് കാണിച്ച തുണിയാണ് എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് തുണി, അതിൻ്റെ കൂടെ തന്നെ ഒരു കോട്ടൺ ലൈനിങ്ങും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ അളവുകളൊക്കെ സെന്റിമീറ്ററിലാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒരിക്കലും ഇഞ്ചിൽ എടുക്കാൻ പാടില്ല. സെന്റിമീറ്ററിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമുക്ക് ഇനി ഈ തുണീനെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം. ദാ ഇതുപോലെ ലൈനിങ്ങിന്റെ തുണിയും മെയിൻ ക്ലോത്തും ഒരേപോലെ വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നടുവേ മടക്കി കൊടുത്തത്. ഇതിലിപ്പം ദാ ഒരു ഭാഗത്ത് ഫുൾ ഓപ്പൺ വരുന്ന ഭാഗമുണ്ട്, ഒരു ഭാഗം ഫോൾഡ് വരുന്ന ഭാഗമുണ്ട്. ഇനി ഈ ഫോൾഡ് വരുന്ന ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഓപ്പൺ വരുന്ന ആ ഒരു സൈഡില്ലേ, ഫോൾഡ് വരുന്നല്ലാണ്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് മുകളിലേക്ക് 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. അതേപോലെ നമുക്ക് ഈ ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് മുകളിലേക്ക് 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. നമ്മൾ 4 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ആണ് വേണ്ടുന്നത്. സൈഡിൽ നമുക്ക് 1 സെന്റിമീറ്റർ സ്റ്റിച്ച് ചെയ്തിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ സൈഡിൽ വരുമ്പോൾ 1 സെന്റിമീറ്റർ എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ കോർണറും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ബോക്സ് പോലെ വരച്ചിട്ട് കട്ട് ചെയ്ത് കളയാ വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യണം. രണ്ട് സൈഡും ഒരേപോലെ തന്നെ കട്ട് ചെയ്യണം, എന്നെങ്കിൽ കോർണർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ കോർണർ കട്ട് ചെയ്തിട്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. നമുക്കിനി ഇതിൻ്റെ സ്ട്രാപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ദാ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇനി നമുക്കിത് നോർമലായിട്ട് നമ്മൾ സ്ട്രാപ്പ് തയ്ക്കുന്ന പോലെ തന്നെ 2 ഭാഗത്തു നിന്നും ഉള്ളിലേക്ക് മടക്കിയിട്ട് പിന്നെ നടുവിലൂടെ ഒരു മടക്കം കൂടി മടക്കി 2 സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ 2 സൈഡും സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഭാഗം എടുത്ത് അതിൻ്റെ അത് നമുക്ക് നമ്മുടെ ലൈനിങ്ങിന്റെ തുണി അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് മെയിൻ ക്ലോത്ത് എടുക്കുക. മെയിൻ ക്ലോത്തിന്റെ നല്ല വശം എടുക്കുക. നല്ല വശം എടുത്തതിന് ശേഷം നമുക്ക് ഈ 2 സൈഡിൽ നിന്നും ഒരു 12 സെന്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്ട്രാപ്പ് ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഇവിടെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ സ്ട്രാപ്പ് ഇതുപോലെ തന്നെ മടങ്ങാത്ത രീതിക്ക് ഇപ്പുറത്തെ പോയിന്റിലും പിൻ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും മറ്റേ സ്ട്രാപ്പ് വെക്കാനായിട്ട് 12 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് സ്ട്രാപ്പ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ് വെച്ച് കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പം നമ്മളിതാ സ്ട്രാപ്പും ലൈനിങ്ങും കൂടി ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ മെയിൻ ക്ലോത്ത് ഒരു ഭാഗത്തും ലൈനിങ് മറ്റേ ഭാഗത്തും വരുന്ന രീതിക്ക് നമ്മുടെ ജോയിൻ ചെയ്ത ആ സ്റ്റിച്ച് കൂട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിന്റെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ലൈനിൽ നിന്ന് താഴേക്ക് 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ 4 സെന്റിമീറ്ററിന്റെ ലൈനിന് താഴേക്ക് 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ മറ്റേ സൈഡും ചെയ്തെടുക്കാം. ഇത് നമുക്ക് വലിച്ച് ടൈറ്റ് ആക്കുന്നത് പോലെയുള്ള സ്ട്രാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലൈനിങ്ങിൽ ഒരു സൈഡ് നമുക്ക് ഒരു 6 സെന്റിമീറ്റർ ഗ്യാപ്പ് വിട്ടതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. ഇത് നമുക്ക് നമ്മുടെ ബാഗ് അടിച്ചതിന് ശേഷം മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതാ ഇതുപോലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് വിട്ട സ്ഥലത്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഗ്യാപ്പ് അങ്ങനെ തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ 3 സെന്റിമീറ്റർ 2 സൈഡിലും ഗ്യാപ്പ് ഇട്ട സ്ഥലം. ഇവിടെയാണ് നമുക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ കോർണർ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ആക്കി പിടിച്ചിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 4 കോർണറും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിതാ 4 കോർണർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കോർണർ സ്റ്റിച്ച് ചെയ്യുമ്പം എല്ലാം ഒരേ അളവ് തന്നെ തയ്യൽ തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കണം. ഇനി നമ്മൾ ലൈനിങ്ങിൽ കൊടുത്ത ആ ഒരു ഗ്യാപ്പിലൂടെ ഈ ബാഗ് ഫുള്ളായിട്ടൊന്ന് മറിച്ചിട്ടെടുക്കാം.
ഇങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കൂർത്തൊരു മൊനയുള്ള സാധനം വെച്ചിട്ട് നമ്മുടെ ആ ഒരു കോർണറൊക്കെ ഒന്ന് പോയിന്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ലൈനിങ്ങിൽ കൊടുത്ത ആ ഒരു ഗ്യാപ്പ് ദാ ഇതുപോലെ പിടിച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്ത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മളെ ബാഗ് ഇതാ റെഡിയായി. ഇനി ഇതിന് ഒരു സ്ട്രാപ്പ് കൂടി വെച്ച് കൊടുക്കുകയേ വേണ്ടൂ. ലൈനിങ് ഇതാ ഇതുപോലെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ സ്ട്രാപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ദാ ഇവിടെ നീളത്തിൽ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇനി നമുക്ക് ഈ തുണിയെ നമ്മൾ നാടയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ മടക്കിയിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ബാഗ് എടുത്തിട്ട് നമ്മൾ നേരത്തെ 3 സെന്റിമീറ്റർ ഗ്യാപ്പ് കൊടുത്തില്ലേ, ആ ഗ്യാപ്പിന്റെ ആ ഒരു 2 ലൈൻ നമുക്ക് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് 2 ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് തുണിയായതുകൊണ്ട് വീഡിയോയിൽ ക്ലിയർ ആകുന്നുണ്ടാവില്ല. നമ്മൾ ആ ഒരു നാടി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു നാടി എടുക്കുക. ഒരു നാടി എടുത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഫുള്ളായിട്ട് ബാഗിൻ്റെ ഒരു ഫുൾ റൗണ്ട് നമുക്ക് ചുറ്റിയിട്ട് നമ്മളിട്ട ആ ഒരു നമ്മൾ നാട തുടങ്ങിയില്ലേ, അതിൻ്റെ ആ ഒരു ഗ്യാപ്പിലൂടെ തന്നെ കടത്തിയെടുക്കാം. എന്നിട്ട് മറ്റേ നാടി എടുത്തിട്ട് ഇപ്പുറത്തെ ഹോൾസിലൂടെ കടത്തിയിട്ട് ബാഗിന് ഫുള്ളായിട്ട് റൗണ്ട് അടിച്ചിട്ട് അതേ ഹോൾസിലൂടെ തന്നെ പുറത്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് വലിച്ച് ടൈറ്റ് ആക്കാൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ദാ ഈ സ്ട്രാപ്പ് ഇതുപോലെ വലിച്ചാൽ നമ്മുടെ ബാഗ് ടൈറ്റ് ആവും. അതേപോലെ തന്നെ പുറത്തോട്ട് തള്ളിയാൽ നോർമലായിട്ട് നിൽക്കും. അപ്പം നമ്മുടെ ക്യൂട്ട് ടോട്ട് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പെയിന്റിങ്സ് ഒക്കെ കൊടുക്കണം. അപ്പം ഞാൻ ദാ നമ്മുടെ ചാനലിന്റെ പേരും ഒരു സൺഫ്ലവറും ഒക്കെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പെയിന്റിങ്ങിന്റെ സ്ഥാനത്ത് ഏത് പിക്ചർ വേണമെങ്കിൽ നിങ്ങൾക്ക് പെയിന്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ അല്ലേ ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഇൻസ്റ്റയിൽ എനിക്ക് DM ചെയ്ത് തരണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.